सहगण ललिता श्री विशाखानिदां च हे कृष्णा करुणा सिंधो दीनबंधो जगत्पदे गोपेशा गोपिका कांता राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरूपश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। ओम तत्सत्। हरे कृष्ण। ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ പറയുന്നത് പോലെ അതീന്ദ്രിയ ജ്ഞാനം, അതായത് നമ്മുടെ ദൃഷ്ടി ഗോചരങ്ങൾക്ക് സാധാരണഗതിയിൽ പിടികിട്ടാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത്. അതേസമയം സത്യവുമാണ്. നമ്മൾ ദൂരെ നിന്ന് നമ്മൾ പറയല്ലേ, പണ്ട്, അതായത് ശാസ്ത്രം അത്ര വികസിച്ചിട്ടില്ലാത്ത സമയത്ത്, നമ്മളൊക്കെ പഠിച്ച സമയത്ത് എങ്ങനെയാണ് ഭൂമി ഉരുണ്ടതെന്ന് അറിഞ്ഞത്? ആരാണ് കപ്പലിൽ പോയത്? എന്തോ? ഫെർഡിനൻഡ് മാഗലൻ. ഒന്നൂടെ. ഫെർഡിനാൻഡ് മാഗലൻ. മാഗിലൻഡ് അല്ലേ? ഞാൻ മറന്നുപോയി. ഹരേ കൃഷ്ണ. അപ്പം അദ്ദേഹമാണോ ആദ്യം പോയത് കപ്പലില്? നവീദ്, ഹരേ കൃഷ്ണ. അതെ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ അദ്ദേഹം, നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പം കപ്പലിന്റെ ചെറിയൊരു ഒരു ചുനുപ്പ്, ഒരു അടയാളം മാത്രമേ കാണത്തുള്ളൂ. അത് അടുത്തടുത്ത് വരുമ്പോഴാണ് കപ്പലാണെന്ന് മനസ്സിലാവുന്നത്. എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ ശാസ്ത്രത്തോട് അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ, ഉപരി ഗുരുവിനോട് അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം അത്തരം ജ്ഞാനങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 26 വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞു അല്ലേ? 26 വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ദ്രവ്യയജ്ഞാസ്തഭോ യജ്ഞ യോഗ യജ്ഞാസ്തഥാപരേ സ്വാധ്യായജ്ഞാശ്ച യതയ സംസിത വ്രതഃ. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദ അധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. എങ്ങനെയാണെങ്കിലും കൃഷ്ണൻ പറയുന്നുണ്ട്, ഏത് രീതിയിലാണെങ്കിലും അർജുന, ഇവരെല്ലാം ഏത് പാതയിലാണെങ്കിലും, ഏത് വഴിയാണ് തിരഞ്ഞെടുത്തെങ്കിലും, വഴികൾ ചിലപ്പം പലതായിരിക്കും, പക്ഷെ ഇവരെല്ലാം അവസാനം എത്തിച്ചേരേണ്ടത് എന്നിലാണ്. ചിലർ കുറച്ച് സമയം എടുക്കും. കാര്യം അവർ തിരഞ്ഞെടുത്ത ആ പാതയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതേസമയം ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭക്തിയോഗത്തിലൂടെ പോകുമ്പോൾ ആ പാതയ്ക്ക് കുറച്ച് ഗട്ടറുകൾ കുറയും. അപ്പം അത്തരം പാതകൾ എങ്ങനെയൊക്കെയാണ്, എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. സോറി, ഞാൻ 28-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞതല്ലേ, 26-ാമത്തെ ശ്ലോകം വായിക്കേണ്ടത്. ആരും പറഞ്ഞില്ല. ശ്രോതാൻ ഇന്ദ്രിയാണിന്യ സംയമാഗ്നിഷു ജുഹതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹതി. ചിലർ കറകളഞ്ഞ ബ്രഹ്മചാരികൾ ആത്മസംയമനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ ആഴ്ചത്തെ ക്ലാസ്സും കഴിഞ്ഞു. 28-ാമത്തെ ശ്ലോകവും നമ്മൾ വായിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇനി 27-ാമത്തെ, 27ഉം 28ഉം നമുക്ക് നോക്കാം. അപ്പം ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക്
എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാന ദീപിതേ. അധ്യായം 4, ശ്ലോകം നമ്പർ 27. ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ അത് സൈറ്റിൽ പോയി ലിങ്ക് ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടേരെ, നോക്കാം നമുക്ക്. ഓക്കെ, സർവാൻ ഇന്ദ്രിയ കർമാണി. അൺമ്യൂട്ട് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ശബ്ദാർത്ഥം വൈ ശ്രീല പ്രഭുപാദ കീ ജയ്. അപരേ അപരന്മാർ സർവാണി സർവങ്ങളായ എല്ലാ ഇന്ദ്രിയ കർമാണി ഇന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമാണി ച പ്രാണകർമ്മങ്ങളെയും ജ്ഞാനദീപിതേ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രേരണയിൽ ആത്മസംയമ യോഗാഗ്നു മനോനിയന്ത്രണമാകുന്ന യോഗാഗ്നിയിൽ ജുഹ്വതി ഹോമിക്കുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദയ്ക്ക് ചെയ്യും. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്പരരായ മറ്റു ചിലർ ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്പരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമാകുന്ന മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഒരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ് പറയുന്നത്. നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് വരുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും കറക്റ്റായിട്ട് പറയുന്നു. ഏത് ശ്ലോകമാണെന്ന് എടുത്ത് പറയണം നമ്പര്. ഓക്കെ, സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. പ്രഭു സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഹരേ കൃഷ്ണ. വിസ്മയ. സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഹരേ കൃഷ്ണ. നന്നു. സർവനിന്ദ്രിയാണി കർമാണി പ്രാണകർമണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഹരേ കൃഷ്ണ. സർവനിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ.
ഹരേ കൃഷ്ണ. സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. കീർത്തന. സർവാണിന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഹരേ കൃഷ്ണ. സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഹരേ കൃഷ്ണ. വിവർത്തനം. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്പരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ചേച്ചി, ഇതിന്റെ ഭാവാർത്ഥം വായിക്കാൻ പറ്റും? ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. പതഞ്ജലിയുടെ യോഗ പദ്ധതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പതഞ്ജലയ യോഗ സൂത്രത്തിൽ ആത്മാവിനെ പ്രത്യേകാത്മ, പരകാത്മ എന്ന് രണ്ട് വിധത്തിൽ പറയുന്നുണ്ട്. ഇന്ദ്രിയ സുഖാകൃഷ്ടനായിരിക്കുമ്പോൾ ആത്മാവ് പരകാത്മാവ് എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ അതേ ആത്മാവ് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ പ്രത്യേകാത്മാവ് എന്നറിയപ്പെടുന്നു. ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന 10 വിധ വായുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് വിധേയനാണ് ആത്മാവ്. ആ പ്രവർത്തനങ്ങൾ ശ്വസന വിധാനത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ആത്മാവിന്റെ ഭൗതികാസക്തികളെ ശുദ്ധീകരിക്കാൻ ഉതകുന്ന തക്ക വിധത്തിൽ ശരീരവായുക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുകൂലമാക്കണം. ശരീരവായുക്കളുടെ പ്രവർത്തനങ്ങളെ സാങ്കേതികമായി എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പതഞ്ജല യോഗം നിർദ്ദേശിക്കുന്നു. ഈ യോഗ പദ്ധതി പ്രകാരം പ്രത്യേക ആത്മാവത്രേ അത്യധിക ലക്ഷ്യം. അതാകട്ടെ ഭൗതിക വിഷയത്തിൽ നിന്നും തികച്ചും പിന്മാറലാണ് താനും. ഇന്ദ്രിയങ്ങളെല്ലാം അതാത് വിഷയങ്ങളെ പ്രവർത്തിക്കും. കണ്ണ് കാണുന്നതിൽ, ചെവി കേൾക്കലിൽ, മൂക്ക് മണക്കലിൽ, നാവ് ആസ്വാദനത്തിൽ, കൈ സ്പർശനത്തിൽ, അങ്ങനെ ഓരോന്നും ബാഹ്യ വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതെല്ലാം പ്രാണവായുവിന്റെ പ്രവർത്തനങ്ങളാണെന്ന് പറയപ്പെടുന്നു. അപാനവായു താഴോട്ട് പോകുന്നു. വ്യാനവായു വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുന്നു. സമാനൻ സമനില പാലിക്കുകയും ഉദാനൻ മേൽപോട്ട് പോവുകയും ചെയ്യുന്നു. ഇവയെല്ലാം ആത്മസാക്ഷാത്കാരത്തിന് ഉപയോഗപ്പെടുത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പല യോഗവിദ്യകളാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇവിടെ പതഞ്ജലിയുടെ യോഗവിദ്യയെ കുറിച്ചാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു ശ്ലോകം കൂടെ നോക്കിയിട്ട് നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാപരേ സ്വാധ്യ യജ്ഞാനയജ്ഞാശ്ച യതയ സംസിത വ്രതാഹ. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ. എല്ലാരും മ്യൂട്ടാ. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാപരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയ സംസിതവ്രതാഃ. സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച. ചേച്ചിയുടെ എന്തോ ഒരു എർത്ത് അല്ലേ? എന്താ അവിടെ മിക്സിയാണോ? ഓക്കെ. ഹരേ കൃഷ്ണ.
ആരാ ചൊല്ലിക്കൊണ്ടെന്ന് ചൊല്ലിക്കോളൂ. സ്വാധ്യയജ്ഞാനയജ്ഞാശ്ച യദയ സംശിതവ്രതാഃ ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞാ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യയജ്ഞാനയജ്ഞാശ്ച യദയ സംശിതവ്രതാഃ വിപിൻ പ്രഭു ചൊല്ലിക്കോളൂ. ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞ യോഗയജ്ഞാസ്തസ്ഥാപരേ സ്വാധ്യയജ്ഞാനയജ്ഞാശ്ച യദയ സംശിതവ്രതാഃ. ഹരേ കൃഷ്ണ. സുശി പ്രഭു. ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞ യോഗയജ്ഞാസ്തപരേ സ്വാധ്യയജ്ഞാനയജ്ഞാശ്ച യദയ സംശിതവ്രതാഃ. ഹരേ കൃഷ്ണ. മണ്ഡലൻ പ്രഭു. ഹരേ കൃഷ്ണ. സ്വാധ്യയജ്ഞാണോ അല്ല സ്വാധ്യായ ജ്ഞാനയജ്ഞാണോ? സ്വാധ്യായ 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 ജ്ഞാനയജ്ഞ. എനിക്ക് സംശയം ഉണ്ടായ പ്രഭു. ഒന്ന് സ്വാധ്യായ സ്വാധ്യായ ജ്ഞാനയജ്ഞാച സ്വാധ്യായ ജ്ഞാനയജ്ഞാച സ്വാധ്യായ ജ്ഞാനയജ്ഞാച യദയ സംശിതവ്രതാഃ. ഇനി ആര്? ഹരേ കൃഷ്ണ. നിവേദ് വായിക്കാൻ പറ്റുമോ? വായിക്കാം. വെരി ഗുഡ്. ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയ സംസ്ഥവ്രതഃ. ഹരേ കൃഷ്ണ. ആമി. ആമിയില്ലേ ഇവിടെ? ഹരേ കൃഷ്ണ. ദ്വാരയജ്ഞാസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയ സംസ്ഥവ്രതഃ. നമുക്ക് ഒരു 3 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അല്ല, ഒരു പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് റിപ്പീറ്റ് ചെയ്യാം. 1 2 3 4 സ്റ്റാർട്ട്. ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായയജ്ഞാച യദയ സംശിതവ്രതാഃ. സ്വാധ്യായ ജ്ഞാന സ്വാധ്യായജ്ഞാനയജ്ഞാച യദയ സംശിതവ്രതാഃ. ശബ്ദാർത്ഥം വൈകരി ശ്രീ പ്രഭാത കീജി. ഞാൻ ശബ്ദാർത്ഥം വായിച്ചില്ലായിരുന്നല്ലേ? ഓക്കെ, അതാണ്. തഥാ അപ്രകാരം സംശിതവ്രതാഃ സംശിതവ്രത യതയ ദൃഢവ്രതന്മാരായിരിക്കുന്ന യതികൾ ദ്രവ്യയജ്ഞാഹ സ്വന്തമായവയെ എല്ലാം ത്യജിക്കുന്നു. തപോയജ്ഞാഹ തപോയജ്ഞങ്ങളിൽ ഏർപ്പെടുന്നു. യോഗയജ്ഞാഹ അഷ്ടാംഗ യോഗപ്രകാരമുള്ള ത്യാഗം ചെയ്യുന്നു. അപരേ മറ്റു ചിലർ സ്വാധ്യായ ജ്ഞാനയജ്ഞാഹ വേദപഠനത്തിനും ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിനും വേണ്ടി എല്ലാം ത്യജിക്കുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദയ്ക്ക് ജി. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗ യോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദ അധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. ഹരേ കൃഷ്ണ. ആരാ വായിക്കാനുള്ളത്? നന്നു വായിച്ചോളൂ. എന്നെ ശ്ലോകം വായിച്ചോളൂ. ശ്ലോകം ദ്രവ്യേ ഒരു പ്രാവശ്യം കൂടെ. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാ പരേ
സ്വാധ്യായ ജ്ഞാന സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയാ സംസിതാ വ്രതഃ. ഹരേ കൃഷ്ണ. വിസ്മയ. द्रव्यायज्ञास्तपो यज्ञा योगयज्ञास्तथा परे स्वाध्याया ज्ञानयज्ञाश्च यतया संशितव्रताः. ഹരേ കൃഷ്ണ. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗ യോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള നോട്ടഡ് ലൈൻ ഓക്കെ അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദ അധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. ഭാവാർത്ഥം സുചിംബ്രു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ഈ യജ്ഞങ്ങൾ പലവിധത്തിലാണ്. വിവിധ ദാനകർമ്മങ്ങൾക്കായി കൈവശമുള്ളതെല്ലാം വിനിയോഗിക്കുന്നവരുണ്ട്. ഭാരതത്തിൽ ധനികരായ വ്യവസായികളും രാജാക്കന്മാരും ധർമ്മശാല, അന്നക്ഷേത്രം, അതിഥിശാല, അനാഥാലയം, വിദ്യാപീഠം മുതലായ ധർമ്മസ്ഥാപനങ്ങൾ നടത്തിപ്പോരും. ആശുപത്രികളും വൃദ്ധമന്ദിരങ്ങളും ദരിദ്രർക്ക് സൗജന്യമായ ചികിത്സ, വിദ്യാഭ്യാസം, ആഹാരം തുടങ്ങിയ നൽകുന്നതിനുള്ള ഇത്തരത്തിലുള്ള ധർമ്മസ്ഥാപനങ്ങളും മറ്റു രാജ്യങ്ങളിലുമുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം ദ്രവ്യമയ യജ്ഞമെന്ന് പറയുന്നു. ചിലർ ജീവിതോത്കർഷത്തിനോ പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഉപരിലോകങ്ങൾ നേടാനോ ചന്ദ്രായണം, ചാതുർമാസ്യം തുടങ്ങിയ വ്രതങ്ങൾ സ്വമേധയാ കൈക്കൊള്ളുന്നു. ഈ പ്രക്രിയകൾക്ക് ചില കർക്കശ നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാമെന്ന് ശപഥം ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായി ചതുർമാസ്യ വ്രതമെടുക്കുന്ന ആൾ കൊല്ലത്തിൽ 4 മാസം ജൂലൈ മുതൽ ഒക്ടോബർ വരെ ക്ഷൗരം ചെയ്യാൻ പാടില്ല. ചില പ്രത്യേക ആഹാരങ്ങൾ ഭക്ഷിക്കുവാനോ ദിവസത്തിൽ 1-ലേറെ തവണ ആഹാരം കഴിക്കുവാനോ വീടിന് പുറത്തിറങ്ങുവാനോ പാടില്ല. ഇങ്ങനെ ജീവിത സുഖങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് തപോമയ യജ്ഞം. വേറെ ചിലർ പതാഞ്ജല യോഗ പദ്ധതി പോലെ സ്വയം നിരീക്ഷണത്തിൽ ലയിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള യോഗനിഷ്ഠയിലോ പ്രത്യേക സിദ്ധികൾക്കായുള്ള ഹഠയോഗം, അഷ്ടാംഗയോഗം എന്നിവയിലോ ഏർപ്പെടുന്നു. ചിലർ തീർത്ഥയാത്രകൾ നടത്തുന്നു. ഭൗതിക ലോകത്തിൽ പൂർണ്ണത നേടാൻ ചെയ്യുന്ന ഇവയെല്ലാം യോഗ യജ്ഞങ്ങളാണ്. വൈദിക സാഹിത്യം, വിശേഷിച്ച് ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ, സാഖ്യ ദർശനം എന്നിവ വായിച്ചു പഠിക്കുന്നവരായിട്ട് ഇനിയും ചിലരുണ്ട്. സ്വാധ്യായ യജ്ഞമാണ് ഇതെല്ലാം. സ്വാധ്യായ യജ്ഞം പഠന യജ്ഞത്തിൽ മുഴുകലാണ് ഇത്. ജീവിതോത്കർഷ സിദ്ധിക്ക് വേണ്ടി വിശ്വാസപൂർവ്വം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഈ യോഗികളെല്ലാം. നേരിട്ടുള്ള ഭഗവത് സേവനമായതുകൊണ്ട് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൃഷ്ണാവബോധം. മുൻപറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാവതല്ലാത്ത ഈ അവസ്ഥ കൃഷ്ണന്റെയോ കൃഷ്ണ ഭക്തന്റെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് കൃഷ്ണാവബോധം ദിവ്യമാണ്. ഹരേ കൃഷ്ണ. ഇതിനകത്ത് ആശാജി വായിച്ചില്ല അല്ലേ ശ്ലോകം? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയ സംശിതവ്രതാഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകം 27, 28 ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തൽപരായ മറ്റു ചിലർ. അപ്പൊ ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള യോഗ വിദ്യകളെ കുറിച്ചിട്ടാണ് അർജുനനോട് ഭഗവാൻ പറയുകയാണ്. പലരും പല രീതിയിൽ ചെയ്യുന്നു. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ചിലർ അഷ്ടാംഗ യോഗ പദ്ധതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ പൊരുളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആത്മസാക്ഷാത്കാരം. അതായത് ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ സ്വയം ആത്മാവിനെ തേടുക. അതായത് നമ്മുടെ
ജീവന്റെ മൂലകാരണത്തെ തേടുക എന്നുള്ളത്. ഇതിനാദ്യം വേണ്ടത് വിരക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനോടും അമിതമായ അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടത്തുള്ളൂ. അത് പഠിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതാണെങ്കിലും എന്തിനാണെങ്കിലും ശരി, നമുക്ക് നമ്മുടെ മനസ്സ് പലതരത്തിൽ വ്യാപരിച്ച് പോകുമ്പം നമുക്ക് അതിനോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകും. അപ്പം അതിനെ എങ്ങനെ നേരായ രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഋഷീശ്വരന്മാർ യോഗ പദ്ധതികൾ ആവിർഭവിപ്പിച്ചു. അപ്പൊ അവര് യോഗ പദ്ധതിയിലൂടെ, ഇത് ഏത് യുഗത്തിലാണ് ഈ യോഗ പദ്ധതിയൊക്കെ കൊണ്ടുവന്നത്? ത്രേതായുഗത്തിലൊക്കെയാണ്. അപ്പം വർഷങ്ങൾ ഒരുപാടുണ്ട്. കലിയുഗത്തില് ഈ പദ്ധതികളെല്ലാം ചെയ്യാൻ പറ്റുമോ? ഇത്തരം പദ്ധതികളിലൂടെ ഭഗവാനെ തേടി കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റുമോ കീർത്തന? പറ്റുമോ? രാവിലെ എഴുന്നേറ്റ് അഷ്ടാംഗ യോഗ പദ്ധതിയും പ്രാണായാമവും ഒക്കെ ചെയ്ത് തലകീഴായിട്ട് മറിഞ്ഞൊക്കെ നിന്ന് ഭഗവാനെ തേടി കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഭഗവാൻ ഒന്നിനെയും മറച്ചു വെക്കുന്നില്ല. അതാണ് ഭഗവാന്റെ ക്വാളിറ്റി. അതാണ്, ഒന്നിനെയും മറച്ചു വെക്കുന്നില്ല, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് എളുപ്പ വഴിയും ഭഗവാൻ പറഞ്ഞു കൊടുക്കും. ഇവരെല്ലാം തേടിപ്പിടിക്കുന്നത് എന്നെ തന്നെയാണ്, പക്ഷെ അത് അവർക്കറിയില്ല. അതാണ് അവസാനം കൊണ്ടുവന്നിട്ട് കലിയുഗത്തില് നമുക്ക് എങ്ങനെ ഭഗവാനെ, ഇപ്പൊ ഇവിടെ ഭാഗവത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സവിദ്യാ തൻ മതിർയയ, സവിദ്യാ താൻ മതിർയയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും പൊരുളെന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥമായ അറിവ്. നമ്മൾ ഏത് യോഗയിലൂടെ പോവുകയാണെങ്കിലും, ഏത് നോളജിലൂടെ, ഏത് അറിവിലൂടെ പോവുകയാണെങ്കിലും ഇതിൻ്റെതെല്ലാം പൊരുൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ജ്ഞാനമാണ് നമുക്ക് കിട്ടേണ്ടത്. അവിടെയാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. സവിദ്യാ താൻ മതിർയയ, നോട്ട് ചെയ്ത് വെച്ചേ, സാ വിദ്യാ താൻ മതിർയയ. ദൈവത്തോട്, ഭഗവാനോടുള്ള നമുക്ക് ഭക്തി വർദ്ധിപ്പിക്കുന്നതാണ് യഥാർത്ഥമായ അറിവ്. ആ ഒരു ജ്ഞാനത്തിൽ എത്തിച്ചേരണം. ആ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനായി പിറക്കണമെന്നില്ല, അല്ലെങ്കിൽ ആ മനുഷ്യന് ഇന്ന ജാതിയിൽ പിറക്കണമെന്നില്ല. ഇപ്പൊ ശ്രീനാരായണ ഗുരു ജയന്തി നമ്മൾ കഴിഞ്ഞ് ആഘോഷിച്ചതാണ്. അപ്പം ഇന്ന കുലത്തിൽ പിറക്കണമെന്നില്ല. പിന്നെ എന്താ വേണ്ടത്? ആ ഒരു ഗുരുവിനെ തേടി പോവുക, യഥാർത്ഥമായ ജ്ഞാനം. ഇതാണ് ആദ്യത്തെ വഴി എന്ന് പറയുന്നത്. ഗജേന്ദ്രന് ഇന്ദ്രദ്യുമ്ന രാജാവിന്റെ അടുത്ത ജന്മമാണെങ്കിൽ കൂടി ഗജേന്ദ്രന് ആ ജ്ഞാനം ഉണ്ടായിരുന്നു, ആ കോൺഷ്യസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ 33 കോടി ദേവന്മാരും ആകാശത്തിൽ വന്നിട്ട് ആരെയും വിളിച്ചില്ല. ഒരു താമരയുമായിട്ട് ഗജേന്ദ്രൻ പ്രാർത്ഥിച്ചു, ഓം നമോ ഭഗവതേ തസ്മൈ, ഓം നമോ ഭഗവതേ തസ്മൈ യഥാ ഏതച്ചിത് ആത്മകം പുരുഷാദി ആദിബീജായ പരേശാഭി ധീമഹി. ഗജേന്ദ്രൻ പറഞ്ഞു, ഭഗവാനെ ഞാൻ അങ്ങേ പ്രണാമം അർപ്പിക്കുന്നു. ഗജേന്ദ്ര മോക്ഷത്തിലെ ആദ്യത്തെ ശ്ലോകമാണത്. ഗജേന്ദ്ര മോക്ഷത്തിലെ ആദ്യ ശ്ലോകമാണ്. ഭഗവാനെ ഞാൻ അങ്ങേ പ്രണമിക്കുന്നു. വാസുദേവ ഭഗവാനെ ഞാൻ അങ്ങേ പ്രണമിക്കുന്നു. കാരണം ഈ ഭൗതിക ശരീരത്തിന്റെ മൂല കാരണം അങ്ങാണ്. മാത്രമല്ല ബ്രഹ്മാവ്, ശിവൻ എന്നിവർ പോലും അങ്ങേയാണ് ആരാധിക്കുന്നത്. ഞാൻ പിന്നെ എന്തിന് വേറൊരിടം തേടിപ്പോകണം? ഓം നമോ ഭഗവതേ തസ്മൈ യഥാ ഏതച്ചിത് ആത്മകം പുരുഷായ ആദിബീജായ പരേശായ അഭിധീമഹി. സാധാരണഗതിയിൽ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവര്,
ഈ ഗജേന്ദ്ര മോക്ഷം ചൊല്ലിയാൽ മതി. അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞു. ഇവിടെ ഒരുപാട് നാൾ കൊണ്ട് പാസ്പോർട്ടും ഇല്ല, വിസയും ഇല്ലായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ഗതികളൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ ജയിലിൽ കഴിഞ്ഞവരുടെ, ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ ശിക്ഷയ്ക്ക് വിധേയമായവർ, അവർ ഇന്നസെന്റ് ആയിട്ട് അവരെ വിസിറ്റ് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗജേന്ദ്ര മോക്ഷം വായിക്കണം. ഗജേന്ദ്ര മോക്ഷം വായിച്ചിട്ട് ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ട്. ഒരേ ഒരു ആളിനെ മാത്രമേ നമുക്ക് ശരണം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ യോഗവിദ്യകളെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം എങ്ങനെ കിട്ടണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ യോഗ അഭ്യസിക്കുന്നവരുടെ ശ്വാസം വളരെ തിരശ്ചീനമാണ്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മനസ്സ് കലുഷിതമാവത്തില്ല. കാര്യം അവർ എക്സർസൈസ് ചെയ്ത് ആ മനസ്സിനെ, ശരീരത്തെ അങ്ങനെ പാകപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ശരിയാവത്തില്ല. ഈ യോഗ ചെയ്യുമ്പം തന്നെ വീട്ടിൽ 100 കൂട്ടം ചിന്തകളുണ്ടാവും, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് 100 കൂട്ടം ചിന്തകളുണ്ടാവും. ബ്രീത്തൊക്കെ എങ്ങനെയൊക്കെയോ പോകും. അവിടെ നമുക്ക് ആവശ്യം ഭഗവാനെ എങ്ങനെ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് വിളിച്ച് എടുക്കാം എന്നുള്ളതാണ്. അവിടെയാണ് കലിയുഗത്തിൽ പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും ഭാഗവതം ഭഗവത്ഗീത പഠനവും ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നതും സത്യമാണ് പറയുന്നത്. ഇപ്പം അതായത് ജ്ഞാനം, സുജ്ഞാനം, പ്രജ്ഞാനം. ജ്ഞാനം 3 തരമുണ്ട്. ജ്ഞാനം, സുജ്ഞാനം, പ്രജ്ഞാനം. ജ്ഞാനം സാധാരണ അറിവ്. അതിൻ്റെ ഇത്രയും കൂടെ വലിയൊരു സ്റ്റെപ്പാണ് സുജ്ഞാനം. അതായത് നല്ല അറിവുകൾ, സുജ്ഞാനം, പരമമായ അറിവുകൾ, ദിവ്യമായ അറിവുകൾ. അതിനെ ഇത്രയും കൂടെ ശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് പ്രജ്ഞാനത്തിലേക്ക് എത്തുന്നത്. ഈ പ്രജ്ഞാനം നമുക്ക് കിട്ടുന്നത് ഗുരുവിനെ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ പറ്റൂ. ആദ്യത്തെ ജ്ഞാനം നമുക്ക് ഒരുപാടിടത്തുനിന്ന് കിട്ടും, പക്ഷെ ആ ജ്ഞാനം സത്യമാണെന്നിരിക്കത്തില്ല. അപ്പം നമുക്ക് പ്രജ്ഞാന അവസ്ഥയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗുരുവിനെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ഗുരുവിനെ സ്വീകരിച്ചതിന് ശേഷമാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പം ആദ്യം ഒരറിവും ഇല്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടെ പഠിച്ചിട്ട് ഗുരുവിനെ സ്വീകരിക്കുക എന്നുള്ളതല്ല. പഠിക്കുന്നതിന് മുമ്പേ ഗുരുവിനെ പിന്നെ ഗുരുവിന്റെ ആവശ്യമില്ലല്ലോ പഠിച്ചു കഴിഞ്ഞാൽ. പഠിച്ചിട്ട് അല്ല, പഠിക്കുന്നതിന് മുമ്പേ ഗുരുവിനെ സ്വീകരിക്കണം. കാര്യം നമ്മളെല്ലാം കെട്ടുപിണഞ്ഞ ബന്ധനങ്ങളുടെ ബാക്കിയാണ്. മറ്റൊരു ജന്മത്തിന്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. ഈ ജന്മത്തിലെങ്കിലും നമുക്ക് പരിപൂർണതമായ അവസ്ഥയിലെത്തി, അല്ലെങ്കിൽ പരിപൂർണതമായ ഭഗവാനെ തേടി എത്തണം എന്നുണ്ടെങ്കിൽ, തേടി പിടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പരമധാമത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രജ്ഞാനം നേടണം. കലിയുഗത്തിലെ യോഗവിദ്യ അതാണ്, പ്രജ്ഞാനം. ഭഗവാനെ പെട്ടെന്ന് എടുക്കുക. കാര്യം നമ്മൾ 3 തരം പാപങ്ങളുമായിട്ട്, പാപങ്ങളുടെ സഞ്ചിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതേതാണ് 3 തരത്തിലുള്ള പാപങ്ങളുടെ സഞ്ചി? പറയാമോ? നമുക്ക് ജീവിതത്തിൽ 3 തരം പാപങ്ങളുടെ സഞ്ചിയുണ്ട്. നമ്മൾ പണ്ടെങ്ങോ പറഞ്ഞിട്ടുണ്ട്. പറയാമോ? എന്തോ ഇല്ല, അറിയാം. പറഞ്ഞു വരുമ്പോ അറിയാം. 3 തരം, അല്ലെങ്കിൽ 3 തരം കർമ്മ ബന്ധങ്ങളുമായിട്ട്, അല്ലെ കർമ്മങ്ങളുമായിട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. ഒരു കുളു തരം സഞ്ചിത കർമ്മം. ഫസ്റ്റ് കർമ്മം ആഗാമി എന്ന് പറയും. അതായത് അതിന് മറ്റൊരു പേര് ക്രിയമാണ്. 1 ഫസ്റ്റ് ആഗാമി, 2 സംചിത കർമ്മം, 3 പ്രാരാബ്ധം. ഈ 3 സഞ്ചികളുമായിട്ടാണ് നമ്മൾ വരുന്നത്.
ഒന്ന് ആഗാമി അഥവാ ക്രിയമാണ, രണ്ട് സഞ്ചിത കർമ്മം, മൂന്ന് പ്രാരാബ്ധ കർമ്മം. വലിയ പ്രാരാബ്ധമാണെന്നൊക്കെ പറയത്തില്ലേ. ഇതിനകത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എടുത്ത ഒരു സംഭവമാണ് പ്രാരാബ്ധ കർമ്മങ്ങൾ, പ്രാരാബ്ധങ്ങൾ. അതിനെ നമുക്ക് പ്രാരാബ്ധ കർമ്മത്തിൽ പാടാം അതിനെ സൊല്യൂഷൻ, എന്നാൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. ഇതിനെ ഭാഗവതത്തില് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഒരു വേടന്റെ തോളിലെ അമ്പുകളിരിക്കുന്ന സഞ്ചിയോടാണ്. ഒരു വേടന്റെ തോളില് ഇരിക്കുന്ന അമ്പുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഞ്ചി പോലെയാണ്. ആഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അമ്പ്, തോളിലിരിക്കുന്ന അമ്പ് എടുത്ത് അന്നേരം അയക്കുന്നതാണ്. ഒരു അമ്പ് ചെയ്യുന്നു, ഒരു പക്ഷി അമ്പ് ചെയ്യുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അമ്പ് ചെയ്യുമ്പം ആ അമ്പിനെ നമുക്ക് ചെയ്യണോ ചെയ്യണ്ടയോ അല്ലെങ്കിൽ എവിടെ ചെയ്യണമോ എന്ന് നമുക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട്. ആഗാമി. തോളിൽ സഞ്ചി ഇരിക്കുകയാണ്, മൊത്തം കർമ്മബന്ധങ്ങളാണ് ഇരിക്കുന്നത്. സഞ്ചി എന്ന് പറഞ്ഞാൽ കർമ്മബന്ധങ്ങളാണ്. ഈ കർമ്മബന്ധങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഒന്ന് ആഗാമി. രണ്ട് പ്രാരാബ്ധം. ഈ പ്രാരാബ്ധം അതായത് ഈ തോളിലിരിക്കുന്ന സഞ്ചിയിൽ നിന്ന് ഈ അമ്പ് നമ്മൾ വിട്ടുകഴിഞ്ഞു, അത് പ്രാരാബ്ധം. ഓക്കെ. പിന്നെന്താണ്? ഈ തോളിലിരിക്കുന്ന സഞ്ചിയാണ് സംചിത കർമ്മം. തോളിലിരിക്കുന്ന സഞ്ചി സംചിത കർമ്മം. ആ സഞ്ചിയിൽ നിന്നെടുക്കുന്ന അമ്പ് നമ്മൾ ആലോചിച്ച് വിട്ട്, അതിനെ ആഗാമി. അമ്പ് വിട്ട് കഴിഞ്ഞു, അത് പ്രാരാബ്ധം. എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? നമുക്ക് കൺട്രോൾ ഇല്ല. എന്തോ? പ്രാരാബ്ധത്തിന്റെ മേളിൽ നമുക്ക് കൺട്രോൾ ഇല്ല. നമ്മൾ വിട്ട് കഴിഞ്ഞു. ഇത് വളരെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ അനുഭവിച്ചു പോകും. ബാക്കി രണ്ടെണ്ണത്തിനെയും നമുക്ക്, അതായത് ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു മലയെ നമുക്ക് കത്തിച്ച് നശിപ്പിക്കാൻ പറ്റും. ഈ സഞ്ചിയെ നമുക്ക് കത്തിച്ച് നശിപ്പിക്കാൻ പറ്റും. പക്ഷേ ആ സഞ്ചിയിൽ നിന്ന് എടുത്ത് വിട്ടതിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രാരാബ്ധം. അത് അനുഭവിച്ചു കൊണ്ടിരിക്കും. അപ്പം ആ തോളിലിരിക്കുന്ന സഞ്ചിത കർമ്മത്തെ എടുത്ത് നമ്മൾ അറിയാതെ, ഇപ്പം നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ് ഇത് കാര്യം. അതിനാണ് തലയിലെഴുത്ത് എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യണം തോന്നുന്നില്ല, നമ്മൾ ചെയ്യും. കാര്യം നമ്മുടെ തോളിൽ ആ സഞ്ചിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ സഞ്ചിയെ നമ്മൾ പെട്ടെന്ന് തീ കത്തിച്ച് നശിപ്പിച്ച് കളയണം. അതിനാണ് നാമജപം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഈ തോളിലേക്ക് അറിയാതെ കൈ പോയിട്ട് ഇവനെ എടുത്ത് നമ്മൾ പ്രയോഗിച്ചു കളയും. വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ കർമ്മബന്ധങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഭഗവാൻ പറയുന്നത്, കാലം കലയതാമസ്മി. അർജുന, കാലപുരുഷനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് കാലത്തെ മാറ്റാൻ പറ്റും. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കുക വഴിയല്ലാതെ നമുക്ക് ഒരിക്കലും ഈ പ്രാരാബ്ധത്തെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം പറഞ്ഞ മനസ്സിലായോ? ഏകദേശം മനസ്സിലായോ? അതോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. അതിനകത്തൊരു ചെറിയൊരു രണ്ട് ഈ സഞ്ചിയും അമ്പും
അത് ഏതാണ്ട് 2 സഞ്ചി കത്തിച്ച് കളയണമെന്ന് പറയാം. അപ്പൊ അമ്പും കൂടെ കത്തിയൊക്കെ പോകില്ല. എന്തോ സഞ്ചി കത്തിച്ച് കളയണം, ഇപ്പൊ അമ്പും കൂടെ കത്തിയങ്ങ് പോകില്ലേ? അതെ അതെ, സംശിത കർമ്മങ്ങൾ ഇരിക്കുക. 2 സെഗ്മെന്റും ഇല്ലാതോ? 2 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏത്? ഈ സഞ്ചിയും അമ്പും. സഞ്ചി ഈ പ്രാരാബ്ദങ്ങൾ ഇരിക്കുന്ന ഒരു പാത്രം. അമ്പുകൾ ഇരിക്കുക, അമ്പുകൾ ഇരിക്കുക. ഈ അമ്പുകളാണ് ഈ പാവങ്ങൾ. അതിനകത്ത് ഓരോന്നോരോന്ന് നമ്മൾ എടുക്കുകയാണ് മുൻ കർമ്മഫലമായിട്ട്. സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് സഞ്ചിയും അമ്പും കൂടെ ചേർന്നതാണ്, എല്ലാം ചേർന്നതാണ്. ഈ സഞ്ചിത കർമ്മത്തിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അതെ, അതാണ് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. നമ്മൾ മനഃപൂർവ്വം അല്ല, പക്ഷെ നമ്മൾ എന്തുകൊണ്ട് 3-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗത്തിൽ നമ്മൾ പഠിച്ചു, മനഃപൂർവ്വമല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. തെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതേ ഇല്ല കൃഷ്ണ. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ബൈ ഫോഴ്സ് ആയിട്ട് ചില സമയത്ത് നമ്മൾ പാപം ചെയ്യുന്നതെന്ന് 3-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്, ഇല്ലേ? ശരിയല്ലേ? ഏതാ ശ്ലോകം? 2-ാമത്തെ അധ്യായത്തിലെ ശ്ലോകവും 3-ാമത്തെ അധ്യായത്തിലെ ശ്ലോകവും ഞാൻ ഇപ്പൊ ചോദിച്ചു. നമ്മൾ പഠിച്ചു വരികയാണ്. 3-ാമത്തെ അധ്യായം നോക്കട്ടെ. ഓക്കെ, എനിവേ, ഇപ്പം പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? സംശയമുണ്ടോ ഞാൻ പറഞ്ഞതില്? ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? പ്രഭു ക്ലിയർ അല്ലേ? ഇല്ല, ഓക്കെയാണ്. ബാക്കിയുള്ളവര് ഒന്നും പറയുന്നില്ല. ഇന്ന് പ്രഭുവിന്റെ ബെസ്റ്റ് സ്റ്റുഡന്റ് ഇല്ലതാ. ജയപ്രകാശ് പ്രഭു മാതാജി ഇല്ലല്ലോ. ഇന്ന് മീറ്റിംഗ് ഉണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് തിരക്കായിരിക്കും. കാരണം ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കാണുന്നില്ല. അതെ അതെ, ജയപ്രകാശ് പ്രഭു അത് മറുപടി പറയാത്ത അത്ര അങ്ങോട്ട് പിടിച്ച് കേറിയിട്ടില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു തോളിൽ മാറാപ്പുമായിട്ടാണ് നമ്മൾ വരുന്നത്. മുൻ ജന്മത്തിന്റെ കർമ്മങ്ങളുടെ ബന്ധമായിട്ട്, കർമ്മങ്ങളുടെ ബാക്കിയായിട്ടാണ് വരുന്നത്. ആ കർമ്മങ്ങളുടെ ബാക്കി ഒരു ചുമലില് ഭാരമായിട്ടാണ് നമ്മൾ വരുന്നത്. അതാണ് ഒരു വേടനെ നമ്മൾ ഉപമിച്ചത്, വേടന്റെ തോളിലിരിക്കുന്ന സഞ്ചിയായിട്ട് ഉപമിച്ചത്. ഈ സഞ്ചിക്കകത്തിരിക്കുന്ന അമ്പുകളാണ് നമ്മുടെ മുൻ ജന്മ കർമ്മത്തിന്റെ പാപങ്ങൾ ഇരിക്കുന്നത്. ആ കർമ്മവുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഈ കർമ്മത്തിന്റെ, അതായത് മുൻ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഈ ജന്മത്തില് അതിന്റെ പാപത്തിന്റെ ഫലമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നല്ലതാണെങ്കിൽ നല്ലത് ചെയ്യും, ചീത്തയാണെങ്കിൽ ചീത്തയും ചെയ്യും. നമുക്ക് ആ ജന്മമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കർമ്മബന്ധങ്ങൾ നമ്മളെ പിണഞ്ഞിരിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? അപ്പം ഇത് ഇങ്ങനെ വിഷമസന്ധിയിൽ എത്തുമ്പോഴാണ് സാധാരണ ജനങ്ങൾ ജ്യോതിഷന്മാരുടെ അടുത്ത് ചെല്ലുന്നത് പ്രയാസമാണ്. അപ്പൊ അവര് പറയും, ഇന്ന ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ ജന്മത്തിന്റെ ബാക്കിയായിട്ടാണ് ഈ കർമ്മങ്ങൾ തോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പരീക്ഷിത് മഹാരാജാവ് അറിയാതെയാണ് ശമീക മഹർഷിയുടെ തോളില് പാമ്പിനെ ഇട്ടത്. മനഃപൂർവ്വം അല്ല. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ മഹർഷി ഇരിക്കും, മഹർഷി ധ്യാനിച്ചിരിക്കും, എനിക്ക് ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലിടണം എന്നൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അന്നേരം ദാഹിച്ചു, വെള്ളം ചോദിച്ചു. ധ്യാനത്തിലിരുന്ന മുനി ഇത് കേട്ടില്ല. രാജാവിന് ദേഷ്യം വന്നു, പെട്ടെന്ന് ദേഷ്യം വന്നു. ആ 3 ഗുണങ്ങൾ കൂടി നിൽക്കുകയാണ്. ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് തമാശയ്ക്ക് ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടു. ഒന്നും എഴുതി വെച്ചിട്ട് ചെയ്ത രംഗങ്ങളൊന്നും അല്ല. ഇതുപോലെയാണ് നമ്മളും ജീവിതത്തിൽ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്തു പോകും. ഇത്രയും മനസ്സിലായില്ലേ? കാര്യം അത് തോന്നാനുള്ള കാരണം നമ്മുടെ തോളിൽ മാറാപ്പില. ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ മൊത്തോ പാപങ്ങളെയും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ അത് അറിയാതെ അങ്ങ് വന്നുപോകും. ഈ അറിയാതെ എന്തോ അത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അതെ, ചെയ്യാതിരിക്കാനും പറ്റും. അതായിരിക്കും ആ വേടനും അമ്പും ഇതുമായിട്ട് കമ്പയർ ചെയ്തു. അതെ,
കാരണം വേടൻ അമ്പ ചെയ്തല്ലേ പറ്റൂ. അതെ, ജീവിക്കണ്ടേ? ജീവിക്കണം. ഇതെല്ലാം കൂടെ കത്തിച്ച് കളഞ്ഞാൽ പട്ടിണിയാവും. അപ്പം അത് വേറൊരു സൈഡാണ് അല്ല. ഒഴിവാവാൻ ഈ ജന്മത്തിൽ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒഴിവാവാൻ ഈ ജന്മത്തിൽ പറ്റും. വാൽമീകി മഹർഷിക്ക് ഈ ജന്മത്തിലാണ് പറ്റിയത്, രത്നാകരനെ. അതെ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നാമജപം വഴി ഈ കർമ്മബന്ധങ്ങളെ ഒരു പരിധി നമുക്ക് ഒഴിവാക്കാം. ഇതാണ് അദ്ദേഹം നാരദമുനിയാണ് കണ്ടത്. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞത് ഗുരുവിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. ആദ്യമേ പറഞ്ഞതിന്റെ പൊരുളതാണ്. ഗുരുവിനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രജ്ഞാനം നമുക്ക് കിട്ടുകയുള്ളൂ. അതുവരെ നമ്മൾ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നതല്ലാതെ ഒരു പോയിന്റിൽ നമ്മൾ എത്തത്തില്ല. നമ്മുടെ തോളിൽ ഈ സഞ്ചി ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഈ സഞ്ചിയുടെ ഭാരം നമുക്ക് കുറയ്ക്കണം, പക്ഷെ മറു സൈഡിൽ സഞ്ചിയുടെ ഭാരം വേറൊരു തരത്തിൽ കൂടി വരും. അപ്പൊ നമ്മൾ അമ്പ എടുക്കുമ്പം നമുക്കൊരു ബോധമുണ്ടാവും, ബുദ്ധി. മൂന്നാമത്തെ അധ്യായത്തിൽ വീണ്ടും നമ്മൾ ശ്ലോകം പഠിച്ചല്ലോ. ബുദ്ധി കൊണ്ട് മനസ്സിനെയും, ആ ശ്ലോകം ഏതാ? കീർത്തന ഇല്ല, ഒരു മിനിറ്റ്, ഓർമ്മ വരുന്നില്ലേ? മൂന്നാമത്തെ അധ്യായത്തിലല്ലേ നമ്മൾ പഠിച്ചത്? പരാണ്യാഹു ആ ഒരു ശ്ലോകം വരുന്നല്ലോ. ഒരു മിനിറ്റ്. നമ്മൾ ഫസ്റ്റ് സെലക്ടഡ് ശ്ലോകം പഠിച്ച സമയത്തെല്ലാം ഈ ശ്ലോകമാണ് നമ്മൾ പഠിച്ചത്. സെലക്ടഡ് ശ്ലോകാസിൽ പഠിച്ചത് അങ്ങനെയാണ്. ഒരു മിനിറ്റ് അല്ലേ? ഓർമ്മയില്ല? എല്ലാം മറന്നുപോയി. മൂന്നാമത്തെ അധ്യായത്തിലാണ് അതുകൊണ്ടുള്ളത്. ഇന്ദ്രിയാണി പരാണാക്ടൂർ അല്ലേ? അങ്ങനെയല്ലേ വരുന്ന ശ്ലോകം? ഇപ്പം വരുന്ന എന്നാ അർത്ഥം പറഞ്ഞേരെ. അർത്ഥം പറ. മ്യൂട്ടാ. അത് ശ്ലോകം നമ്പർ അറിയണ്ട ആദ്യം. അത് ഇൻഡെക്സ് നോക്കൂ, അല്ലെങ്കിൽ അടിച്ചു നോക്കൂ ഗൂഗിളിൽ. ചൊല്ലിക്കോളൂ. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ. അർത്ഥം കൂടെ. ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. അപ്പൊ നമ്മള് ഈ സഞ്ചിയിൽ നിന്ന് എടുക്കുന്ന അമ്പ് എയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ ചിന്തിക്കണം, ബുദ്ധി അവിടെ ഉപയോഗിക്കണം. അരുതാത്തത് എന്താണ്, ആകുന്നത് എന്താണെന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിട്ട് ഒരു വിവേചന ശക്തി നമുക്കുണ്ടാവണം. അതിനാണ് നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നത്. ആ ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പരമമായ ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആത്മീയ ജ്ഞാനം നേടുന്നത്, ആത്മീയ വിദ്യാഭ്യാസം നേടുന്നത്. അപ്പം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് വിവേചിച്ച് അറിയാനുള്ള ശക്തി വേണം എന്നുണ്ടെങ്കിൽ ആത്മീയ ബുദ്ധി നമുക്കുണ്ടാവണം. അപ്പം ആ അമ്പെടുക്കുമ്പം ഏതിനെയാണ് അമ്പ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അമ്പ ചെയ്യണോ എന്ന് നമുക്ക് തോന്നും. എങ്ങനെയാണെങ്കിലും സഞ്ചിത കർമ്മത്തിൽ നിന്നാണ് വരുന്നത്.
മൂന്നാമത്തത് ഇതൊന്നും ചിന്തിക്കാതെ, ഞാൻ അന്നേരം ഒന്നും ചിന്തിച്ചില്ല അപ്പനെ, ഞാൻ അങ്ങ് വിട്ടു, പോയി കഴിഞ്ഞു, ഫൈൻ അടിച്ചു കഴിഞ്ഞു, ട്രാഫിക് റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. വ്യത്യാസം അതാ. റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെന്താ, പിന്നെ ഫൈൻ മാത്രമല്ല, ക്യാമറയുടെ ലൈറ്റ് അടിച്ചു, തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതേസമയം കുറച്ചെങ്കിലും ആലോചിച്ചവര് മാർജിൻ കഴിഞ്ഞാലും ആ ലെവൽ കഴിഞ്ഞാലും ചിലർ റിവേഴ്സ് എടുത്ത് വീണ്ടും വന്ന് നിൽക്കും. ഇതാണ് രണ്ടും വ്യത്യാസം. സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിലാ, ആക്സിലേറ്റർ നമ്മുടെ കയ്യിലാ. അതാണ് സഞ്ചിത കർമ്മം എന്ന് ഉദ്ദേശിക്കുക. ഇത്രയേ ഉള്ളു. ജയപ്രകാശ് പ്രഭു. അപ്പൊ ഇതിന്റെ ശരിയായ ബുദ്ധി നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം മാത്രമല്ല, ഭഗവത്ഗീത പഠനം മാത്രമല്ല, ഗുരുവിനെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ നമ്മൾ ദ്വിജന്മം ഉണ്ടാകണം. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം 27-28 യോഗ പദ്ധതികൾ ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള മഹാസന്യാസിമാര്, മഹർഷിമാര്, ഋഷീശ്വരന്മാർ ചെയ്ത യോഗ പദ്ധതികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ കലിയുഗത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്നുകൂടി ഭഗവാൻ അർജുനനോട് നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് നാമജപം അല്ലെങ്കിൽ ഭഗവത് ഭക്തിയുത സേവനം. അവിടെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ മുൻ പറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാവതല്ലാത്ത ഈ അവസ്ഥ കൃഷ്ണന്റെയോ കൃഷ്ണഭക്തന്റെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് കൃഷ്ണ അവബോധം ദിവ്യമാണ്. അപ്പൊ ഭഗവാന്റെ കൃഷ്ണ കോൺഷ്യസ്, ഭഗവാനെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു പോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ പുനരഭിജനനം, പുനരഭിമരണം. എന്തുകൊണ്ടാ? ആ പ്രാരാബ്ദങ്ങളെ കൊണ്ടിട്ടാണ് നമ്മൾ വീണ്ടും അടുത്ത ജന്മം ചെയ്യേണ്ടി വരുന്നത്. പ്രാരാബ്ദം അത് വലിയ പ്രയാസമാണ്. അപ്പൊ ഭക്തിയുത സേവനം അസൂയായ രഹിതമായ ഭക്തിയുത സേവനമാകണം. ഭക്തിയുത സേവനം കൊണ്ടുപോകേണ്ടത് ഓട്ടയില്ലാത്ത ബക്കറ്റിലൂടെ ആയിരിക്കണം. ഇല്ലേ പ്രഭു, സുശീം പ്രഭു? ഓട്ടയില്ലാത്ത, അതായത് ഹോളില്ലാത്ത ബക്കറ്റ് ഉണ്ടായിരിക്കണം. പൊട്ടലുണ്ടാവാൻ പാടില്ല. ഹരേ കൃഷ്ണ. സുരേഷ് പ്രഭു, ഹരേ കൃഷ്ണ. എന്തു പറയുന്നു? ഹരേ കൃഷ്ണ പ്രഭു. അതെ, പറഞ്ഞത് സംഭവം ശരിയാണ്. നമ്മുടെ ഈ സഞ്ചിത കർമ്മം എന്ന് പറയുന്ന ആവനാഴിയിൽ കിടക്കുന്ന സാധനം അത് കത്തിച്ചു കളഞ്ഞാൽ ഈ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ അതിനൊരു കൺട്രോൾ വരും എന്നുള്ളതാണ് സത്യമാണ്. അപ്പൊ അതിന് ഭഗവത് നാമം എന്ന് പറയുന്നത് തന്നെയാണ് എനിക്കും തോന്നിയത്. അതാണ് കാരണം ഈ നാമജപത്തിലൂടെ വലിയ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ സത്യം. അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതും അതിനകത്താണ്. അപ്പൊ അത് എന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയനാക്കുന്നുണ്ട്. പല കർമ്മങ്ങളും ആലോചിച്ച് ചെയ്യാൻ എന്നെ ആ ക്ഷമയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എനിക്കത് ശരിക്കും അറിവായി കിട്ടുന്നുണ്ട്. അപ്പം ഒന്നുകൂടെ ബാലൻസ് ഉണ്ട്, ഒരെണ്ണം കൂടെ ബാലൻസ് ഉണ്ട്. എന്താണ്? ഒരു ഗുരുവിനെ ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുക. ഇപ്പം 3 തരം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ആഗാമി ബന്ധങ്ങൾ, 3 തരം കർമ്മബന്ധങ്ങൾ: ആഗാമി, സംചിത, പ്രാരാബ്ദം. ആഗാമി അല്ലെങ്കിൽ ക്രിയമാണ്, സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം. ഈ സഞ്ചിയിൽ നിന്നാണ് ഈ ആഗാമിയും പ്രാരാബ്ധവും വരുന്നത്. അതും കൂടെ വെച്ചേക്ക്, 3 കണക്റ്റഡ് ആണ്. സഞ്ചിത കർമ്മത്തിൽ നിന്നാണ് ആഗാമിയും വരുന്നത്. നമ്മൾ പഠിച്ചതല്ലേ പാടത്തോളം എന്ന് പറയത്തില്ലേ? ഈ പഠിച്ചതേ പാടത്തോളം എന്ന് പറഞ്ഞതിന്റെ കൂട്ട് നമ്മൾ മുൻപ് കഴിഞ്ഞു വരുന്ന ജന്മത്തിന്റെ ബാക്കിയായിട്ട് നമ്മൾ ആ കർമ്മങ്ങളാണ് ചെയ്തു വരുന്നത്. ഹരേ കൃഷ്ണ. അപ്പം ശില്പമാതി എത്തി. ഹരേ കൃഷ്ണ. ഒരു കാര്യം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 27-28 ശ്ലോകങ്ങൾ നമ്മൾ ചെയ്തു. യോഗവിദ്യയിലൂടെയുള്ള കാര്യങ്ങൾ ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ഋഷീശ്വരന്മാരെല്ലാം യോഗ ചെയ്യുന്നതെന്നും കലിയുഗത്തിൽ അത് അപ്രായോഗികമാണെന്നും ഞാനല്ല പറഞ്ഞ, കീർത്തന പറഞ്ഞു. തല രാവിലെ എഴുന്നേറ്റിട്ട് തല തിരിഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല. അതൊരു യോഗയാണ്. അപ്പം
കീർത്തന പറഞ്ഞു എന്നെ കൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനേ പറ്റത്തോളം എന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പം മാതായെടുത്ത് വരുന്നതിന് മുമ്പിട്ട് ഒരു പാട്ട് പാടുന്നതിന് മുമ്പിട്ട് രാജീവ് പ്രഭു പറയൂ. ഹരേ കൃഷ്ണ. പ്രഭു ഭഗവത്ഗീത വായിക്കാനില്ല, അതാദ്യം വായിക്കാൻ. എന്തോ ഭഗവത്ഗീത വായിക്കാൻ എന്താ പ്രഭു അല്ലേ പറഞ്ഞു? ഭഗവത്ഗീത വായിക്കാനുണ്ടല്ലോ. ഭഗവത്ഗീത വായിക്കാനുണ്ട്. അതെ, ഇന്ന് ആരാ വായിക്കാന്ന് പറഞ്ഞിരുന്നത്? രാജീവ് പ്രഭു സ്മൂത്ത് ആയിട്ട് എസ്കേപ്പ് ആയതുണ്ടോ? ഭഗവത്ഗീത ഇന്ന് ആരാ വായിക്കാമെന്ന് പറഞ്ഞത്? അപ്പൊ നന്ദന വായിക്കുന്നതിന് മുമ്പിട്ട് രാജീവ് പ്രഭു പറയൂ. പ്രഭു 1 മിനിറ്റ് പോലും എടുക്കത്തെ. രാജീവ് പ്രഭു പറഞ്ഞു. എന്തൊരു ക്ഷീണം, ഒരു ക്ഷീണം ഉണ്ടല്ലോ. ഞാൻ വന്ന അതേപോലെ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മിസ്സാവും, അതുകൊണ്ട് നേരത്തെ ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്നതിന് കുളിക്കണം എന്നൊന്നുമില്ല. നേരിട്ട് ഇരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ. പറഞ്ഞോളൂ. പറയാനൊന്നുമില്ല പ്രഭു, കാര്യമായിട്ടെന്താ പറയാ. എങ്കിലും അപ്പം ആ അധ്യായത്തിലോട്ട് നമ്മൾ വായിക്കുന്നതിന് പറ്റി. ഏത് അധ്യായം? 2-ാമത്തെ അധ്യായം അല്ലേ? 2-ാമത്തെ അധ്യായം പ്രഭു. 2-ാമത്തെ അധ്യായം ഫുൾ ഉണ്ടോ? ഇവർ രണ്ടുപേരും ഷെയർ ചെയ്തു ബാക്കിയല്ല. ഓക്കെ, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അതിനു മുമ്പ് ചെറിയൊരു ഇന്റർവെൽ ശില്പമാജി ഒരു പാട്ട് പാടിക്കും. ഹരേ കൃഷ്ണ. ഓം ജയ ജഗദീശ ഹരേ, स्वामी जय जगदीश हरे। भक्त जनों के संकट, भक्त जनों के संकट क्षण में दूर करे। ओम जय जगदीश हरे, ओम जय जगदीश हरे, स्वामी जय जगदीश हरे। भक्त जनों के संकट, दास जनों के संकट क्षण में दूर करे। ओम जय जगदीश हरे। जो ध्यावे फल पावे, दुख बिन से मन का, स्वामी दुख बिन मन के से का। सुख संपत्ति घर आवे, सुख संपत्ति घर आवे, कष्ट मिटे तन का। ओम जय जगदीश हरे। मात्र पिता तुम मेरे, शरण कहो किसकी, स्वामी शरण कहो किसकी। तुम बिन और न दूजा, तुम बिन और न दूजा, आस करो मैं किसकी। ओम जय जगदीश हरे। तुम पूरन परमात्मा, तुम अंतर्यामी, स्वामी तुम अंतर्यामी। पर ब्रह्मा परमेश्वर, पर ब्रह्मा परमेश्वर, तुम सबके स्वामी। ओम जय जगदीश हरे। तुम करुणा के सागर, तुम पालन करता, स्वामी तुम पालन करता। मैं मूर्ख खल कामी, कैसे वक तुम स्वामी, कृपा करो भरता। ओम जय जगदीश हरे। तुम हो एक अगोचर, सबके प्राणपति, स्वामी सबके प्राणपति। किस विधि मिलो दयामय, किस विधि मिलो दयामय, तुमको मैं कुमति। ओम जय जगदीश हरे। दीन बंधु दुख हरता, तातुक तुम मेरे, स्वामी रक्षक तुम मेरे। अपने हाथ उठाओ, अपने शरण लगाओ, द्वार पीते तेरे। ओम जय जगदीश हरे।
विषय विकार मिटाओ पाप हरो देवा स्वामी पाप हरो देवा श्रद्धा भक्ति बढ़ाओ श्रद्धा भक्ति बढ़ाओ संतन की सेवा ओम जय जगदीश हरे ओम जय जगदीश हरे स्वामी जय जगदीश हरे भक्त जनों के संकट दास जनों के संकट क्षण में दूर करे ओम जय जगदीश हरे हरे कृष्ण ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ നമുക്ക് നന്ദനയുടെ അടുത്തോട്ട് പോകാം. നന്ദന തേർഡ് സെക്കൻഡ് ചാപ്റ്റർ വായിക്കും അല്ലേ? സെക്കൻഡ് ചാപ്റ്റർ അല്ലേ? ഓക്കെ. हरे कृष्ण. स्वधर्मान् अपि चावेक्ष्य न विकम्पितुमर्हसि धर्म्यादियुद्ध च श्रेयोऽन्यत् क्षत्रियस्य न विद्यते यत्रेच्छापपनं स्वर्गद्वारम् अवावृतं सुखिना नक्षत्रयः पार्थ लभन्ते युद्धमिदृशम् अदचेत्वम् इमं धर्म्यं संगरं न कर्हसि तथा स्वधर्मान् कीर्तिं च हित्वा पाम् अवाप्स्यसि अकीर्तिं चापि भूतानि कथयिष्यन्ति ते व्ययं सम्भविष्यति च कीर्तिर् मरणादिर्य इच्छते भयाद्रणात् उपरतं मस्यन्ति त्वं महारथ येषां च त्वं बहुमातो भूत्वा यस्यसि लाघवम् अवच्यवदंश्च बहून् वदिष्यन्ति तवाहिता निन्दान्तस्त्व सामर्थ्यं ततो दुःखतरं नु किम् हात्तो वा प्रयाप्स्यसि स्वगरं जित्वं न भोक्ष्यसे महिं तस्मात् उत्तिष्ठ कौन्तेय युद्धय कीर्तिनिश्चया सुखदुःखे कृत्वा लाभालाभो जया जौ ततो युद्धय युज्यस्व नैवं पापम् अवाप्स्यसि एषा ते विहिता संख्ये बुद्धिर्योगे त्व इमं शृणु बुद्धय युक्तो यया पार्थ कर्मबन्धं प्रहस्यसि नेहा विक्रमनाशोऽस्ति प्रतिवायो न विद्यते स्व अल्पम् अभियस्य धर्मस्य त्रयते महतो भयात् अवशिष्यत्मात्मिका बुद्धिर् एकेह कुरु नन्दन बहुशका हि अनन्तश्च बुद्धयो व्यवसायिना यम इमं पुष्पितं वाचं प्रवर्त्यन्ति अवाप्सिता वेतावदरथा पार्थ नन्यत् अस्ति तीवदिना कामात्मान स्वर्गपारा जन्म कर्म फलप्रदा क्रिया विशेष बहुला भोगेष्वेत्य गतिं प्रति भोगेष्वेद्य प्रशस्तानां तयापहृत चेतसां व्यवसायात्मिका बुद्धि समावतो न विद्यते त्रैगुणै विषय वेदानि निस्त्रय गुणयो भवार्जुन निर्दन्दो नित्यसत्त्वस्थो निर्योगक्षेम आत्मवान् यवान् अर्थ उदापने सर्वात् सम्पुलोदके तावान् सर्वेषु वेदेषु ब्रह्मणस्य विजयतः कर्मणि एवातिकरस्ते मा फलाकेषु कदाचन मा कर्मफलहेतुर्भुर्मा ते सङ्गस्तव कर्मणि योगास्ता कुरु कर्माणि सङ्गं त्यक्त्वा धनञ्जय सिद्धि असिद्ध्यो समा भूत्वा सम्मतं योग उच्यते दूरेण ह्यवरं कर्म बुद्धियोदा धनञ्जय बुद्धौ शरणम् अन्विच्छ कृपाणा फलहेतवा बुद्धियुक्तो जहातिह ऊर्वेषु कृत दुष्कृते तस्माद् योगय युज्यस्व योगना कर्म कौशलम्. हरे कृष्ण. हरे कृष्ण.
ഇത് ഞാൻ വായിക്കാതെ. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്തമനാസിന ജന്മബന്ധ വിനിർമുക്ത പദം കഞ്ചതി അനാമയം. यदा ते मोहकालिलं बुद्धिर्व्यताति तरिष्यति तदगन्तषि निर्वेदं श्रोत्यवस्यसि श्रुतस्य च श्रुति विप्रतिपन्ने ते यदास्तस्य निश्चला समाधौ अचल बुद्धिस्तदा योगमवाप्स्यसि. अर्जुन उवाच स्थिता प्रज्ञास्य का भासा समाधिस्तस्य केशव स्थितादि किं प्रभासेद किम् असित वृजाति किम्. श्रीभगवानुवाच प्रजाहति यदा कामन् सर्वान् पार्थमनोगतन् आत्मानि एवात्मानतुस्ता स्थितप्रज्ञास्तदोच्यते. दुःखेषु अनुद्विग्नमनः सुखेषु विगतस्पृहः वितरागभयक्रोधः स्थिताधिर्मुनिरुच्यते. यः सर्वत्रानभिष्णेहास्तत्तत्प्राप्य शुभाशुभं नाभिनन्दति न द्वेष्टि तस्य प्रज्ञा प्रतिष्ठिता. यदा संहरति चायं कुर्म अग्नैव सर्वसा इन्द्रियाणि इन्द्रियार्थेभ्यस्तस्य प्रज्ञा प्रतिष्ठिता. विषया विनिवर्तन्ते निरहर्षयन्तेहिना रसावर्ज्यं रसोऽप्यस्य परं दृष्ट्वा निवर्तते. यततो हि अप्यकौन्तेय पुरुषस्य विपाचिता इन्द्रियाणि प्रमादीनि हरन्ति प्रसादं मनः. तनि सर्वाणि संयम्य युक्त असित मत्परा वसा हि यस्य इन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता. ध्यायतो विषयं पुंसा संगास्तेषु भजयते संगात् संजयते कामत्रोम अभिजयते. क्रोधोद्भवति सम्मोहः सम्मोहात् स्मृतिविभ्रमः स्मृतिभ्रमासात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति. रागद्वेषविमुक्तिस्तु विषयम् इन्द्रियाश्चरन् आत्मावस्यैर्विधि प्रसादम् अधिगच्छति. प्रसादे सर्वदुःखानां हनिरस्य पजायते. प्रसन्ना चेतसो ह्यासु बुद्धिर्पर्यवस्थिते. नास्ति बुद्धिरयुक्तस्य न च युक्तस्य भावना न च भुवयता शान्तिरसन्तस्य कुतः सुखम्. इन्द्रियाणां हि चरतं यन्मनोनुविद्यते तत् अस्य हरिति प्रज्ञां वायुर्नवविवाम्भसि. तस्मात् यस्य महाबाहो निगृहीतानि सर्वसा इन्द्रियाणि इन्द्रियार्थेभ्यस्तस्य प्रज्ञा प्रतिष्ठिता. यनीश सर्वभूतानां तस्यं जागरति सम्यं यस्यं जागरति भूतानि सनीश पश्यति मुनेः. अपूर्यमानम् अचलप्रतिष्ठं समुद्रम् अपरिवशन्ति यद्वात् तद्वात् कामयं प्रविशन्ति सर्वे ससान्द्यम् आप्नोति न कामाकमि. विहया कामं यः सर्वान् पुमाश्चरति निःस्पृहा निर्मानो निरहङ्कार ससान्द्यम् अधिगच्छति. एष ब्रह्मस्थिता पार्थ नैनं प्राप्य विमोह्यति स्थिवस्यम् अन्तकाल अपि ब्रह्म निर्वाणम् अरिच्छति. हरे कृष्ण. कृष्ण हरे 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 राम 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 हरे हरे. താങ്ക് യു നന്ദന നന്നു. അവസാനത്തെ അർത്ഥം പറഞ്ഞെത്തിക്കുന്നത് ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവീകവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത്ധാമത്തിലെത്തും. അതുകൊണ്ടാണ് ഗജേന്ദ്രൻ ആ പ്രാർത്ഥന ചെയ്തത്. ഏറ്റവും യുക്തമായ പ്രാർത്ഥന. ഓം നമോ ഭഗവതേ പുരുഷായ ആദിബീജായ. ആ ധാമത്തില് ഇപ്പം വേറെ ഒരു യോഗയുടെയും ആവശ്യമില്ല. പിന്നെ ഞങ്ങളെ പോലെ അനാവശ്യമായ പ്രസാദം കൂടുതൽ കഴിച്ച് ശരീരം ചീർത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ യോഗ ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ യോഗ ചെയ്യേണ്ട ആവശ്യമില്ല. യോഗ ഭക്തി യോഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു. അതാരായിരുന്നു ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്?
ലെസ്റ്റ് ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ അല്ലേ, അതല്ലേ ഞാൻ ചോദിച്ചത്. ആരായിരുന്നു ഉത്തരം പറയാമെന്ന് പറഞ്ഞിരുന്നത്? ഓക്കെ, ആശാജി അടുത്ത ആഴ്ച 3-ാമത്തെ ചാപ്റ്റർ വായിക്കാമോ? വായിക്കാം. ഹരേ കൃഷ്ണ. വിസ്മയായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? വിസ്മയോടായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമത്തിന്റെ 3 ഇരിപ്പിടങ്ങൾ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തൊട്ട് ഇന്ദ്രിയാണി, ശ്ലോകം ഏതാ? ഇന്ദ്രിയാണി അപ്പൊ ഇന്ദ്രിയങ്ങളെ എങ്ങനെ അടക്കാം? നമ്മൾ ഇന്ദ്രിയങ്ങൾ പോകുന്നതും ഈ മുൻജന്മത്തിന്റെ സഞ്ചിത കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനൊന്നും വരത്തില്ല. ചിലര് ഒരിടത്ത് ജനിക്കുന്നു, വേറെ പിന്നെ ഓർബിറ്റിന്റെ കീഴെ റെയിൽപാലത്തിന്റെ താഴെ ജനിക്കുന്നു. ഇതെല്ലാം സഞ്ചിത കർമ്മത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം ഈ സഞ്ചിത കർമ്മത്തെ എങ്ങനെ കത്തിച്ച് കളയാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ കാണത്തില്ല. കൈയിട്ട് കഴിഞ്ഞാൽ ശൂന്യമായിരിക്കും, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു അറ്റാച്ച്മെന്റും കാണത്തില്ല. സ്വസ്ഥം, സുഖം, ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാത്തൊരവസ്ഥ വരും. കാര്യം ബാക്ക് സൈഡിൽ ഒന്നുമില്ല. ബാക്ക് സൈഡിൽ ഷോൾഡറിലെ സഞ്ചി എംറ്റി ആകുമ്പോൾ നമുക്ക് അറ്റാച്ച്മെന്റ് നഷ്ടപ്പെടും. ഈ അറ്റാച്ച്മെന്റ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് ഈ അമ്പ് ഇവനെ കൊണ്ട് ഈ കൈ എടുപ്പിച്ച് ചെയ്യണം. അതാണ് അർജുനൻ പറഞ്ഞത്, നിർബന്ധിച്ചിട്ട് തന്നെ പാപം ചെയ്യിക്കാൻ പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതാണ് ചോദിച്ചത് 2-ാമത്തെ അധ്യായത്തിൽ. 2-ാമത്തെ അധ്യായത്തിലല്ലേ ചോദിക്കുന്നത്? അതോ 3-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗത്തിൽ ചോദിക്കുന്നത്? അല്ല, 3-ാമത്തെ അധ്യായം ധ്യാനയോഗം, കർമ്മയോഗത്തിൽ ചോദിക്കുന്നത്. ഇതിനകത്ത് ഇടയ്ക്ക് രസകരമായ ഒരു കാര്യം ഞാൻ ആദ്യം ഓഫ് ചെയ്യട്ടെ. ആസക്തി നോക്കി പോയതാ. ഇപ്പം ആത്മീയ വിദ്യാഭ്യാസമാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഒന്നേ ഉള്ളു, ജീവിതം മടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഓരോ ദിവസവും ഭഗവാന്റെ നിവേദ്യത്തെ പറ്റി ചിന്തിക്കുമ്പം, ഭഗവാന്റെ നിവേദ്യത്തിനുള്ള പുതുമകളെ പറ്റി ചിന്തിക്കുമ്പം, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ മുന്നിൽ നാമം ജപിക്കുമ്പം നമുക്ക് ഓരോ ദിവസവും ജീവിതത്തിൽ പുതുമ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അത് സത്യമാണ്. ഇത് മാത്രമാണ് 2-ാമത്തെ അധ്യായത്തിൽ 27-28 ശ്ലോകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോഗ എന്ന് നമ്പർ തെറ്റിപ്പോയി. യോഗ എന്ന് പറയുന്നത് ഭഗവാനെ സംതൃപ്തിപ്പെടുത്താനുള്ളതാണ്. സുരേഷ് ഗോപി പ്രഭു, അതെ, ഏകാദശി വ്രതം എടുക്കേണ്ടത്. ഹരേ കൃഷ്ണ. ആഹാരത്തിന്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കാനാണ് ഏകാദശി. സത്യം. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ എന്നും കഴിച്ചിട്ടല്ലേ ആഹാരത്തിൽ എന്നും ഒരേ ഗണത്തിന് വരും. ചേച്ചി എന്താ പറയുന്നത്? ചേച്ചി ഒറ്റയ്ക്കാണല്ലോ. ഹരേ കൃഷ്ണ. ചേട്ടൻ ഒറ്റയ്ക്കിട്ട് പോയോ? ചേട്ടൻ ഇത്തിരി ബിസി ആയി പോയി. കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതിന്റെ പുറകെ അങ്ങനെ. അപ്പൊ ഞാനിങ്ങോട്ടൊന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. നല്ലത്, അതും നല്ലത്. വിപിൻ പ്രഭു പറഞ്ഞോളൂ. പ്രഭു ഘനശ്യാം എത്തിയോ? ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു പറഞ്ഞോളൂ. ഒന്നുമില്ല പ്രഭു, ഞാൻ പറയാനുള്ള പ്രഭു പറഞ്ഞു. അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതില്ലേ മഹാദേവരുടെയും പാർവതിയുടെയും പിന്നെ ചുറ്റിനും ഗണപതി നടന്നതിന്റെ കൂട്ടായി പോയി. അല്ലേ ജയപ്രകാശ് പ്രഭു? അതെ, ലോകം മൊത്തം ചുറ്റി വരാൻ പറഞ്ഞു. നേരത്തെ രാജീവ് പ്രഭു പറഞ്ഞുകൊണ്ടിരുന്നേ, അത് വിപിൻ പ്രഭുവും കോപ്പി അടിച്ചു. ഹരേ കൃഷ്ണ. ഒന്നുമില്ല. എങ്കിലും നമ്മൾ ഈ ആഴ്ചയിൽ ഒരിക്കലും കൂടുന്നത് ഭഗവാനെ പറ്റി നമുക്ക് ഒരുമിച്ചിരുന്ന് നാമം ജപിച്ച് നമ്മുടെ കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവാനെ, എന്തൊക്കെയോ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, എന്തൊക്കെയോ പാപകർമ്മങ്ങളായിട്ടോ സഞ്ചിത കർമ്മങ്ങളുമൊക്കെ ആയിട്ടോ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു.
അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തൊക്കെയോ സുഹൃതത്തിന്റെ ഭാഗമായിട്ട് ഭഗവാനെ അങ്ങയെ ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിച്ചു. കൃഷ്ണ, ഈ ഓർമ്മ എന്നും മുന്നോട്ട് നിലനിൽക്കണേ എന്നും ശാശ്വതമാകണമേ എന്നും അങ്ങയെ സേവിക്കാൻ എന്നും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആവതുണ്ടാകണമേ എന്നും ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. നിവേദനം പറഞ്ഞോളൂ. നന്ദനയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഞാനത് മറന്നു. നന്ദനയുടെ ബർത്ത്ഡേ ആണ്. നന്ദനയുടെ ബർത്ത്ഡേ ആണ്. തീർച്ചയായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓരോ ജന്മവും ഭഗവാന്റെ ഒരു സുഹൃതമായ ജന്മമാണ് തന്നിരിക്കുന്നത്. ആ ജന്മത്തെ, ഈ ബർത്ത്ഡേ ഭഗവാനെ അങ്ങ് ഈ ജന്മം തന്നിരിക്കുന്നു. എൻ്റെ ഈ പിറന്നാള് അങ്ങയുടെ തിരുമുമ്പിൽ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനിയും അങ്ങയെ ഓർമ്മിക്കുവാനും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നല്ല പരിപൂർണ ആരോഗ്യത്തോടെ ഓർമ്മിക്കാനും അതുവഴി ജീവിതത്തിൽ സമാധാനം നേടാനും വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതകളിൽ എത്താനും ഞങ്ങൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹാപ്പി ബർത്ത്ഡേ ടു യു നന്ദന. ഹരേ ഹാപ്പി ബർത്ത്ഡേ നന്ദന. ഇത് പോരാ, രാജീവ് പ്രഭു ഇതൊന്നും പോരാ. രാജീവ് പ്രഭു ഇതൊന്നും പോരാ. ഹരേ നല്ലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. നല്ല കൊറേ നല്ല ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അപ്പൊ ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഹരേ അതുപോലെ പ്രഭു എന്റെ ഇളയ മകന്റെ ബർത്ത്ഡേ ആണ് വരുന്ന 6-ാം തീയതി. അപ്പോ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. തീർച്ചയായിട്ടും. പ്രഭുവിന്റെ മകന്റെ പേരെന്തായിരുന്നു? അർജുനൻ. അർജുനൻ. തികച്ചും അർജുനനെ പോലെ തന്നെ, അറ്റ്ലീസ്റ്റ് ഞാൻ പറയാം, എപ്പോഴും അർജുനനെങ്കിലും ആകണമെന്ന്. അർജുനനെ പോലെ എങ്കിലും ആ മകന് ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ കൃഷ്ണ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹാപ്പി ബർത്ത്ഡേ ടു യു അർജുനൻ എന്ന് പറയുക. ഹരേ കൃഷ്ണ. അർജുൻ എന്ത് ചെയ്യുന്നു പ്രഭു? അർജുൻ ഇപ്പൊ +2 ആണ്. ഓക്കെ. ഒരു മോനേണോ? അതെ. കൃഷ്ണ. അല്ല, 2 മോന്മാരാണ്. അതിൽ മൂത്ത ആളിപ്പോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച്, ഞാൻ പറയാറില്ലേ എപ്പോഴും, ഇച്ചിരി കുരുത്തക്കേടും ഇച്ചിരി വാലൊക്കെ ഉണ്ട്. അപ്പോ ഇവിടോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നു. അപ്പൊ അത് ഇതുവരെ സാധിച്ചില്ല. ജനുവരിയിൽ വരാം, പിന്നെ വരാൻ